ഞാൻ പറഞ്ഞത് അനക്ക് മനസ്സിലാവുണ്ടോ? ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. കണ്ട ഈ സ്ഥലം കണ്ട, ഇത് കുറുപ്പ് സാറിൻ്റെ സ്ഥലം. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ 65 സെൻറ്റ് സ്ഥലം. ഈ വഴി ഇതാ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ സ്ഥലത്തേക്ക് ഈ കുറുപ്പ് സാറിൻ്റെ വഴി കൂടെ നമ്മളൊരു നടവഴിയാണ്, വളപ്പ് കൂടെ. അത് പണ്ട് കുറുപ്പ് സാറും നമ്മുടെ അച്ഛനും തമ്മിൽ വാക്കാനുള്ള കരാറാണ്. എൻ്റെ കാലം വരെ നിങ്ങൾ ഇതേ പൊയ്ക്കോ എന്നുള്ളത്. ആ വഴിയാണ് ഇപ്പോൾ കുറുപ്പ് സാറിൻ്റെ മകനും കൂട്ടരും കഴിഞ്ഞ ആഴ്ച വന്ന് കുത്തിക്കെട്ടിയത്. അപ്പോൾ ആ വഴി ഇപ്പോൾ അവിടെ അടയ്ക്കാതിരുന്നോണ്ട് ഇപ്പോൾ അവർക്ക് എന്താ ബുദ്ധിമുട്ട്? എടാ, അതിലിപ്പോൾ വഴി വന്നാൽ അവിടെ സെൻറ്റിന് എന്താ വില? 5 ലക്ഷം ഉറുപ്പ്യ കിട്ടും. ആ സ്ഥലത്തിന് വഴിയില്ലെങ്കിൽ ആ സ്ഥലം ആരെങ്കിലും മേടിക്കുവോ? അപ്പൊ വഴിയില്ലാത്ത സ്ഥലമാകുമ്പോ ആരും മേടിക്കാണ്ട് ചുളിവിൽ ഇവർക്ക് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് അവര് നമുക്ക് വഴി തരാത്തത്. ഓ, അത് ശരി. അപ്പൊ ചുളിവിൽ 65 സെന്റ് അടിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. അതിന്റെ അടുത്ത് നടക്കുവോ? അല്ല, ഇതൊക്കെ അമ്മാവനെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഇതൊക്കെ ഇതുപോലുള്ള പഴയ വഴികൾ എന്തൊക്കെയാണെങ്കിൽ ആദ്യമേ ഇതിന്റെ ആധാരമൊക്കെ ക്ലിയർ ആക്കി വെക്കണം. അത് ചെയ്യാതെ ഇപ്പം മാപ്പോട്ട് നോക്കിയിരുന്ന എന്താ കാര്യം? നീ ഒന്ന് പതുക്കെ പറയാം. അതിന് ആധാരത്തിൽ അതില്ലല്ലോ. അത് പണ്ടുള്ളവരൊക്കെ വാക്കാൽ സംസാരിക്കണതല്ലേ. ഉറപ്പ് സാറും അച്ഛനും തമ്മിൽ അത്ര ബന്ധമായിരുന്നു. ഞാൻ മരിക്കുന്നവരെന്താണ് എനക്ക് കുഴപ്പം അദ്ദേഹം നടന്നു എന്ന് പറഞ്ഞു. അവ അങ്ങനെ അങ്ങോട്ട് ആവുമെന്ന് കരുതി. അതിലിപ്പോൾ ഞാനാ തെറ്റുകാരൻ? എന്നിട്ടിപ്പോൾ അവരെന്താ ലാസ്റ്റ് ചെയ്തത്? അവരെന്തായാലും വഴി വിട്ടു തരില്ല എന്നാ പറയുന്നത്. ആണോ? ഞാൻ തന്നെ വിളിക്കാൻ കാരണം ഇപ്പം ഈ 10-65 സെൻറ്റ് ഞാൻ കെട്ടിപ്പിടിച്ച് കിടക്കാനൊന്നും പോകണില്ല. എൻ്റെ പിറ്റകാലം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാ. വയസ്സായവരാണെങ്കിൽ ഞങ്ങൾ സംസാരിച്ചേനെ. ഇതിപ്പോൾ അന്നെ പോലെ തല തെറിച്ച് ഒരുത്തനാണ്. അവനോട് ഞാൻ പറഞ്ഞു, എനിക്ക് അവൻ്റെ മുഖം കണ്ടുകൂടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, നിനക്ക് സംസാരിച്ചിട്ട് തീർക്കാൻ പറ്റുമെങ്കിൽ തീർത്ത് ആ സ്ഥലം എന്താ വെച്ചാൽ ചെയ്തോ. അവസാനം അമ്മാവനൊന്നും പറഞ്ഞില്ല, അത് വെറുതെ കളഞ്ഞു എന്ന് പറയരുത്. അതിനിപ്പോൾ കുറുപ്പ് സാറ് മരിച്ചിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ പറഞ്ഞ മക്കൾ കേൾക്കൂലേ? മരിക്കണം എന്തിനാ? വയ്യാതെ കടന്നപ്പോഴേക്കും ഇതാ സ്വഭാവം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്താലോ അമ്മാവാ, നമുക്ക് ഈ കുറുപ്പ് സാറായിട്ട് നേരിട്ട് പോയിട്ട് സംസാരിച്ചാലോ? എടാ, അതിനിതെങ്ങനെ കടന്ന് ശ്വാസം മരിക്കണമെന്നേ ഉള്ളൂ. അയാൾക്കൊന്നും ബോധം വിവരമില്ല. എന്നാ തട്ടിപ്പോവാന്നറിയില്ല. അപ്പൊ ആ വഴി അടഞ്ഞ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നീ അറിയില്ലടാ അയാളുടെ രണ്ടാമത്തെ മകനെ, ഇവിടെ ഉള്ളവനെ. എന്താ അവന്റെ പേര്? എന്താ? പ്രവീണ. പ്രദീപ് ഗൾഫിലുള്ളവൻ. ഇത് പ്രവീണ്. മറ്റേ എന്താ ഇലക്ട്രിക്കലിന്റെ കടയൊക്കെ നടത്തണം. നീ അറിയോ അവനെ? ഓ, അവനാണ്. അവൻ ഭയങ്കര വാശിക്കാരനാ പ്രവീൺ. അതാ ഞാൻ പറഞ്ഞ. അപ്പൊ നിങ്ങൾ ഈ തരക്കാരൊക്കെ ആകുമ്പോഴേ അത് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാൻ നോക്കാത്. എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാൻ മാവാം. ഞാൻ നോക്കാം. നീ നോക്കാൻ പറഞ്ഞിട്ടൊരു പോക്കാണ്ട് പോകും. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് കാണും. അത് ജോലി തിരക്ക് കാരണല്ലേന്ന്, അല്ലാതെ മനഃപൂർവ്വം വൈകിക്കുന്നതാണോ? എടാ, ജോലി തിരക്കും പറഞ്ഞിട്ടാണ് ഇരുന്നാലേ ആ സ്ഥലത്തിന് വഴിയില്ലാണ്ടാവും. അത് വേണോ? അല്ല, അത് വേണ്ട. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും പെട്ടെന്ന് ഒരു മാർഗം കാണ്. അല്ലേ, അകത്ത് ഞാൻ കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കുടിച്ചിട്ട് പോക്കോ. അയ്യോ, എനിക്ക് കഞ്ഞി ചോറൊന്നും വേണ്ട മാവാ. ഞാൻ പോവാ, എപ്പോഴേ നേരം വൈകി. എന്നാ ചെല്ല്. ഒരു ഉത്തരവാദിത്വം ഇല്ല. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ തിരക്കാ. ആർക്ക് വേണ്ടിയിട്ടാ? അമ്മാവാ, പറഞ്ഞോ. ഉവ്വന്നേ, ഞാൻ ഈ ഓഫീസും തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ വിട്ടിട്ടില്ല. എൻ്റെ ഓർമ്മയിലുണ്ട്. അതായിക്കോട്ടെ. അല്ലേ, അവർ വേറെ എന്തെങ്കിലും പറഞ്ഞോ? പിന്നെ എന്തെങ്കിലും വിഷയം ഉണ്ടായോ? ഇല്ല അല്ലേ? ആയിക്കോട്ടെ. ഞാൻ വേഗം വരാം, ഒരു ദിവസം വരാം. ആയിക്കോട്ടെ. ശരി. എന്താ അമ്മാവനാണ് ആ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ വഴിയില്ലാത്ത സ്ഥലം. അപ്പൊ അവരുമായിട്ട് വീണ്ടും സംസാരിക്കണമെന്ന്. ഇതിപ്പോ അങ്ങേരുണ്ടായിരുന്ന സമയത്താണ് വലിയ കുഴപ്പമില്ല. ഇതിപ്പോ മക്കളിപ്പോ വഴിയൊക്കെ എന്തൊക്കെയോ പ്രശ്നമാണ്, നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് അടച്ചു. ഞാൻ എന്ത് പോയിട്ട് സംസാരിക്കാനാണ്? എനിക്ക് മനസ്സിലാവും. ഈ തിരക്കിന്റെ ഇടയിൽ കൂടെ എപ്പോ പോവാ? ഒരു കാര്യം ഞാൻ പറയാം. അവിടെ അമ്മാവും മാത്രമേ ഉള്ളൂ, നമ്മളേ ഉള്ളൂ മക്കളായിട്ട്. അപ്പൊ നമ്മൾ ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കും. ഇല്ല, അങ്ങനെയില്ല. അപ്പൊ ഏതായാലും ആ സ്ഥലമൊക്കെ നിങ്ങൾക്കൊക്കെ തന്നെ അല്ലടാന്നൊക്കെ അമ്മാവൻ പറയണത്. പിന്നെ ഒരു പ്രശ്നം വരുമ്പോ നമ്മളല്ലേ കൂടെ നിൽക്കണ്ടത്. തന്നെയല്ല, അവിടെ വഴി വരണത് നല്ലതല്ലേ? വഴിയില്ലാത്ത സ്ഥലം കിട്ടിയിട്ട് എന്തിനാ? വഴിയില്ലെങ്കിൽ പിന്നെ ആ സ്ഥലത്തിന് ഒരു വിലയില്ലതാനും. അതാ പറഞ്ഞേ. ആ ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് ചെല്ലും. ആ ഫാസിലിനെയും കൂട്ടിക്കോ. ഫാസിലാവുമ്പോ തഞ്ചത്തിന് കാര്യങ്ങളൊക്കെ സംസാരിച്ചോളൂ. കേട്ടോ? ശരി. മടി വിചാരിക്കരുത്. ഇല്ല. ഇത് ഹൈവേ. ഇവിടെയല്ലേ ഹൈവേ വരുന്നത്? ഇപ്പോഴോ? ഇത് ഹൈവേ. ഇത് ഹൈവേ.
ഇത് അമ്മാവൻ്റെ അല്ല ഇത് KP കുറുപ്പിൻ്റെ സ്ഥലം. KP കുറുപ്പ് ഹൈവേയുടെ ഫ്രണ്ടിലുള്ളത്. ഇത് 70-75 സെന്റ് സ്ഥലമുണ്ട്. ഇവിടെ അമ്മാവന് ഒരു 65 സെന്റ് സ്ഥലമുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ സൈഡിലൂടെ ഒരു ചവിട്ട് വഴി ഉണ്ടായിരുന്നു ആദ്യം. പണ്ട് ആളുകളൊക്കെ നടന്നു പോയിരുന്ന വഴി. ഇതാണ് ശരിക്കും ഇതിലേക്കുള്ള വഴി, വേറെ വഴിയില്ല. ഇവിടെ ഇപ്പം എന്താണെങ്കിൽ അവർ വലിയ എന്തോ കെട്ടിടോ വലിയ എന്തോ ഫ്ലാറ്റോ അങ്ങനെ എന്തോ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവരിപ്പോൾ എന്താ ചെയ്തത് വെച്ചാൽ ഈ വഴി അവരങ്ങോട്ട് അടച്ചു. മര്യാദകളല്ലേ? അപ്പോൾ ഈ വഴി അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥലത്തേക്ക് വഴിയില്ല. അതിപ്പോൾ ഈ അമ്മാവൻ ഒറ്റാൻ തടിയല്ലേ, എന്തെങ്കിലും ചുളു വിലക്ക് അടിച്ചെടുക്കാനായിരിക്കുള്ളൂ വഴി അടച്ചു കഴിഞ്ഞാൽ. പക്ഷെ അത് ഈ അമ്മാവൻ 2-3-4 പ്രാവശ്യമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെല്ലണം എന്നൊരു വഴി പ്രശ്നം ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവർ ചില്ലറക്കാരല്ലാട്ടാ, നമ്മൾ സംസാരിച്ച് അവർ ഒതുങ്ങൂല. ഈ കുറുപ്പ് സാറെന്നൊക്കെ പറഞ്ഞാൽ നല്ല പിടിപാടുള്ള ആളുകളാണ്. പിന്നെ അവർ പറഞ്ഞ വേറൊരു സംഭവം എന്താ വെച്ചാൽ ഇപ്പോൾ ഇതിലെ കൊടുക്കണ വഴി ഉണ്ടല്ലോ, ഇതിന് പകരം അല്ല ഇത് എത്ര ലിൻസ് ഉണ്ട്? എത്ര ലിൻസ് ഉണ്ടാവും? ഇത് ഇത്ര വെറുതെ ചവിട്ട് വഴി തന്നെ ഉള്ളൂ, നടക്കാനുള്ള വഴിയുള്ളൂ. അപ്പൊ രേഖയൊന്നുമില്ല, അവകാശമൊന്നുമില്ല. നമുക്ക് അവകാശമൊന്നുമില്ല, കാരണന്മാരായിട്ട് നടക്കുന്ന ഒരു വഴിയാണ്, പണ്ടായിട്ട് നടക്കുന്ന വഴി. പിന്നെ പകരം വേണമെങ്കിൽ വേറെ ഏതോ സൈഡിൽ കൂടെ വന്ന് വരാം. പിന്നെ ഒരു പാടത്ത് കൂടെ ഒക്കെ കയറണം അതിന്റെ മുകളിൽ. അത് സമ്മതിക്കരുത്. ഇപ്പേ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയിട്ട് ഈ വഴി നിലനിർത്താൻ നോക്കണം. അല്ലെങ്കിൽ പിന്നെ ഒരു ബുദ്ധിയുള്ളത്, ഇവിടെ നിന്ന് നമുക്ക് തന്നെ വഴിക്കുള്ള സ്ഥലമില്ലേ, അത് അമ്മാവന്റെ ഈ സൈഡിൽ നിന്ന് അവർക്ക് കൊടുത്താൽ മതി ഫ്രീ ആയിട്ട്. അതിനവര് സമ്മതിക്കോ? അവര് സമ്മതിപ്പിക്കണം നയത്തിൽ പറഞ്ഞിട്ട്. അവര് അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ ഇവിടുന്ന് ഒരു 5 സെന്റ് സ്ഥലം വഴിക്ക് വരുന്നു വിചാരിക്കും. 5 സെന്റ് സ്ഥലം വഴിക്ക് വരും. അമ്മാവന് വേണമെങ്കിൽ ഇവർക്ക് ഇതിനോട് ചേർന്നിട്ട് ഒരു 10 സെന്റിന് കൊടുക്കാം. എന്നാലും അങ്ങേക്ക് നഷ്ടം വരില്ല. ഇല്ല, നല്ല വഴി വന്നാൽ വിലയായില്ലേ. പക്ഷെ അതിന് ഇവര് സമ്മതിക്കില്ലല്ലോ, ഇവര് വലിയ പാർട്ടിയല്ലേ. നേരായ വഴിക്ക് പോയാൽ അവര് സമ്മതിക്കൂല. അതിന് വേറൊരു ഐഡിയ ഉണ്ട്. നമ്മുടെ എയുടെ അമ്മാവന്റെ മോളെ കെട്ടിയേക്കണത് ഈ കുറുപ്പ് സാറിന്റെ ഒരു മോനാണ്, മനസ്സിലായ? അപ്പൊ നമുക്ക് എയിനെയും കൊണ്ട് പോയിട്ട് ബന്ധുക്കാരെ കൊണ്ട് സംസാരിപ്പിച്ചാൽ ചിലപ്പോൾ ഇത് നടക്കും. നേരായ വഴിക്ക് നടക്കൂല. നമ്മൾ പറഞ്ഞാൽ സംസാരിക്കുമല്ലേ? ആയിട്ട് നല്ല അടുപ്പത്തിലാണ്, അവർ ബന്ധുക്കളുമാണല്ലോ. അപ്പൊ കനകന്റെ അമ്മാവന്റെ ഒരു ആവശ്യമാണ്, അമ്മാവന്റെ കാലശേഷം എനിക്ക് കിട്ടാനുള്ള ഒരു ഭൂമിയാണെന്നൊക്കെ പറഞ്ഞാൽ നടക്കും. ഇതാ ഫോൺ വന്നപ്പോ ഉണ്ടായില്ലേ സ്പീഡ്. ഇല്ല, എനിക്ക് കാര്യം മനസ്സിലായി നടരായ. പിന്നെ ക്ലീറ്റോയുടെ കളി ഞാൻ വിളിക്കാൻ നടരായനെ. വെച്ചാരെ വിവരങ്ങളൊക്കെ അറിഞ്ഞോ? വായിച്ചോണ്ടിരിക്കാം. ഇതിലല്ലടി. ഇങ്ങനെ പോണെങ്കിൽ ഈ വാർത്ത ഇതിനകത്ത് വരും. നിന്റെ ആംഗളെ ഉണ്ടല്ലോ, അവനെ ഞാൻ കൊന്നുവന്ന്. എന്താ പ്രശ്നം? നിന്റെ അമ്മാവൻ നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ല. നിന്റെ ആങ്ങളെയോ? അവനെന്നും വർത്താനം പറഞ്ഞല്ലേ. അല്ലാതെ മറ്റു പ്രശ്നങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് മാത്രമേ വീട്ടില് പ്രശ്നമുള്ളൂ, വേറെ ആർക്കും ഒരു പ്രശ്നമില്ല. നിന്റെ അമ്മാവന്റെ അവിടുത്തെ വസ്തു പ്രശ്നം ഉണ്ടല്ലോ, അത് സോൾവ് ചെയ്യാനായിട്ട് ആങ്ങളെ പോയേക്കുക. എന്താ കുഴപ്പം? ആരെങ്കിലും സോൾവ് ചെയ്യണ്ടേ? അതെന്താണ് എന്നെ കൂടെ അറിയിച്ച എന്താടി കുഴപ്പം? എടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ ഒരു പൊതുപ്രവർത്തകനാണ് ഏറ്റവും നല്ലത്. നിന്റെ ഈ പോസ്റ്റ് കാരണം പോയി അവിടെ എന്ത് ചെയ്യാനാണ്? ക്ലീറ്റോ അതിപ്പോ മനഃപൂർവ്വം ചെയ്തതൊന്നും ആയിരിക്കില്ല. ക്ലീറ്റോന് എപ്പോഴും തിരക്കല്ലേ പാർട്ടിക്കാരിയായിട്ട്, അതുകൊണ്ട് അറിയിക്കണ്ടെന്ന് വെച്ചതായിരിക്കും. ഈ കാര്യത്തിലേ ഞാൻ എന്ത് തിരക്കുണ്ടെങ്കിലും അത് മാറ്റി വെക്കും. കാരണം നമുക്കൂടെ അവകാശപ്പെട്ട സ്ഥലമാണ്. ഇതാവും ഒറ്റയ്ക്ക് പോയിട്ട് അവിടെ എന്തൊക്കെ മണ്ഡലങ്ങൾ എഴുന്നള്ളിക്കാൻ പോയെന്ന് ആർക്കറിയാം? പിന്നെ അവൻ മണ്ടത്തരം പറയാൻ കൊച്ചു വെച്ചാണ്. പിന്നെ വളർന്നുള്ളതേ ഉള്ളു, അതിനകത്ത് ഒന്നുമില്ല തലയ്ക്കകത്ത്. ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ അങ്ങ് വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ അമ്മാവനാന്ത് വേലയാണ് കാണിച്ച് എന്നോടൊരു വാക്കറിയിക്കാതെ. അതെ, ഇതെന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ആരെ കാണണമെന്നും ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്നും ഈ ക്ലീറ്റോയ്ക്ക് അറിയാം. ക്ലീറ്റോ ഈ പ്രശ്നം ഏറ്റെടുത്ത് കഴിഞ്ഞു. പ്രശ്നം തീർന്നല്ലോ. ഇനിയിപ്പോ എന്താ കുഴപ്പം? ഈ കേസ് എനിക്ക് എന്ത് വില കൊടുത്തും ജയിച്ചേ പറ്റൂ. എൻ്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇതെങ്ങനെ നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഈ പാർട്ടി പണി മതിയാക്കി വല്ല കൂലിപ്പണിക്കും പോകും. ക്ലീറ്റോ വിഷമിക്കണ്ട, ഇങ്ങനെയൊക്കെ സംസാരിക്കുക. ഒരു ആശയഭാവിയുള്ളതല്ലേ? നാളെ തന്നെ ഞാൻ ഏരിയ കമ്മിറ്റി സംസാരിക്കും. അവിടെ നടന്നില്ല ജില്ലാ കമ്മിറ്റി സംസാരിക്കും. അവിടെ നടന്നില്ല സംസ്ഥാന കമ്മിറ്റി. ഒരുമാതിരി ചോട്ട ആണികളോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കല്ലേ? അതല്ല ക്ലീറ്റോ, ഞാൻ ഏരിയ സെക്രട്ടറിയെ കൊണ്ട് കുറുപ്പ് സാറിനെ വിളിപ്പിക്കും. അതിലും നടക്കുവോ? അതിൽ നടന്നില്ലെങ്കിൽ ഞാനുണ്ട്, ക്ലീറ്റോ ഉണ്ട്, 50 അണികളുണ്ട്, നമ്മൾ അവിടെ പോയി കുത്തിയിരിക്കും. തീർന്നില്ല കാര്യം. അതൊക്കെ ശരിയാണ്, പക്ഷേ അതിൽ നിന്ന് നമുക്കത് ആദ്യം സംസാരിച്ചൊന്ന് സെറ്റിലാക്കണല്ലേ നല്ലത്. ക്ലീറ്റോ, വെള്ളവും വഴിയും
അത് ഏത് കോടതി പോയാലും നേടിയെടുക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ വിഷമിക്കേണ്ട ക്ലീറ്റോ. അതാ എൻ്റെ വിഷമം. ഇത് നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ വീട്ടിലെ വെള്ളം കുടിയും എൻ്റെ വീട്ടിലുള്ള വഴിയും മുട്ടും. ഷോ ധൈര്യമായിട്ടിരി. മാത്രമല്ല അമ്മാവൻ്റെ കാര്യം ആലോചിക്കുമ്പോഴേ ഒരു അനാഥനാണേ. അനാഥനാ? അല്ല, ഭാര്യ മക്കളൊന്നും ഇല്ലല്ലോ, കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഞങ്ങളാണ് അമ്മാവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സാരമില്ല, അമ്മാവൻ്റെ അടുക്ക പറഞ്ഞുതരാം. ധൈര്യമായിട്ട് മുന്നേറാൻ പറഞ്ഞു, നമ്മൾ കൂടുണ്ട്. ഇതിപ്പോ അമ്മാവന് ധൈര്യക്കുറവൊന്നുമില്ല. കാരണം ഇന്നാ നാളെ എന്ന് പറയുന്ന അമ്മാവന് അതല്ല വിഷയം. ഇതിപ്പോ ബാക്കി വിഷയം ഞങ്ങൾക്ക് കുടുംബക്കാർക്കാണേ. നമുക്ക് നാളെ തന്നെ സെക്രട്ടറിയെ കൊണ്ട് വിളിപ്പിക്കാം. ശരിയാക്കണേ. ക്ലീറ്റോ വിഷമിക്കാതെ. ഇത് ഞാൻ എല്ലാവർക്കും പറയുന്നോണോ ക്ലീറ്റോ എടുക്ക പറയുന്നേ? അത് നമുക്ക് നേടിയെടുക്കാം, വിഷമിക്കണ്ട. ഞാനത് കറക്റ്റായിട്ട് നാളെ തന്നെ സെക്രട്ടറിയെ കൊണ്ട് വിളിപ്പിച്ച് ചെയ്യിക്കാം. ഇതല്ലോ നമ്മൾ എല്ലാരോടും പറയുന്നത്. നടത്തി തന്നാ അങ്കം. അങ്ങനെ അമ്മാവന്റെ വഴി പ്രശ്നത്തിന് ഏതാണ്ട് ഒരു പരിഹാരമായി. നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ തന്നെ ഇറങ്ങണമെന്ന് പറയുന്നത് ശരിയാട്ടോ. എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. JP ആയിട്ട് പറഞ്ഞ് സംസാരിച്ചിട്ട് എല്ലാം ഒരു പ്രശ്നമല്ല. എന്തല്ലേ പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ എന്റെ ക്ലീറ്റോന്റെ ജീവിതത്തിൽ ഇനി അവസരങ്ങൾ ബാക്കി. എന്ത് പരാജയം? എടി ഞാൻ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ആ വഴിയുടെ ഒരു പ്രശ്നമേ ഉണ്ടാവൂല. അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാം ക്ലിയർ ചെയ്യാൻ കനകം പോയിട്ടുണ്ട്. കനകനോ? അവൻ എന്തിനു പോയത്? അവൻ പ്രശ്നം പരിഹരിക്കാൻ പോയത്. എന്ത് പ്രശ്നം എടി അവൻ പോസ്റ്റ് കാരണം പോയി എന്ത് പ്രശ്നം പരിഹരിക്കാൻ? എടി വഴി തിറക്കം, വസ്തു തിറക്കം, കല്യാണം, ഒളിച്ചോട്ടം ഇതൊക്കെ പരിഹരിക്കാനാണ് ഞങ്ങളെ പോലുള്ള പൊതുപ്രവർത്തകൻ. ഞങ്ങൾ പോയാലേ അതൊക്കെ നടക്കുള്ളൂ. ഇവൻ പോയിട്ട് എന്ത് ചെയ്യാൻ? എന്നോട് ചൂടായിട്ട് എന്താ കാര്യം? ഞാൻ ചോദിച്ചിട്ട് ഒരു അക്ഷരം പറഞ്ഞില്ല, ജമന്തിയും പറഞ്ഞില്ല, അമ്മയും പറഞ്ഞില്ല. പക്ഷെ എല്ലാവരും ഇരുന്ന് കുശൂഷിക്കുന്നുണ്ട്. എന്തിനായിരുന്നു നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ചൂടാവണേ? പിന്നെ ഞാൻ ചൂടാവാതെ ഇവ എന്തിനാണ് ഇപ്പൊ അവിടെ ചാടി കയറി പോകേണ്ട കാര്യമുണ്ടോ? ഞാനെല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്ത് വെച്ചേക്കല്ലേ. അല്ല, ഞാനൊരു കാര്യം ചെയ്യട്ടെ, ക്ലീറ്റോനോട് ആരെങ്കിലും പറഞ്ഞു ഇത് പരിഹരിച്ചു തരാൻ വേണ്ടി? ഇതിപ്പോ അവരറിഞ്ഞ് ചെയ്തില്ലെങ്കിലും നമ്മൾ അറിഞ്ഞ് ചെയ്യണ്ടേ? എന്തിനാ ക്ലീറ്റോ വിളിക്കാത്ത സദ്യക്ക് പോണേ? നീ എന്താണ് പറയണത്? നമുക്ക് അവകാശപ്പെട്ട ഭൂമിയാണത്. അങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല. ഇതിപ്പം വേറൊന്നുമല്ല, അവൻ മൊത്തത്തോടെ വിഴുങ്ങാനുള്ള പരിപാടിയാ. അയ്യോ, അവൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. അമ്മാവന്റെ ഒരു പ്രശ്നം വന്നപ്പോ അവൻ പരിഹരിക്കാൻ പോയിട്ടുണ്ടാവുന്നേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോ എനിക്കറിയാം എന്താ ചെയ്യ. പോവണ്ട. എന്ത് ക്ലീറ്റോ പോവണ്ടാന്ന്. കത്തി താഴെ ഇട്. കത്തി താഴെ വെക്ക്. പോകോ? കത്തി താഴെ വെക്ക്. നിങ്ങൾ പോകോ? മോളെ ഇത് മുറിയും ഇതവിടെ വെക്ക്. ഇന്നാൾ എന്റെ കൈ മുറിഞ്ഞതാ. അതെ, ഞാൻ പോവായിരുന്നു. എങ്ങനെ ശരിയാവും? ഞാൻ പോയേ പറ്റുള്ളൂ. അവൻ അങ്ങനെ ഒറ്റയ്ക്ക് വിഴുങ്ങാൻ ഞാൻ വിട്ടു കൊടുക്കൂല. എനിക്കറിയാം എന്താ ഈ ബോഡി. ഇതിപ്പോ പ്രവീണേ, ഒരു വണ്ടി വരാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറി വന്ന ഒരു 3 സെന്റ് സ്ഥലം വരും. അപ്പൊ ആ 3 സെന്റിന് പകരം അമ്മാവന്റെ ആ സ്ഥലത്ത് നിന്ന് ഒരു 6 സെന്റ് ഇതിലേക്ക് കൂട്ടിക്കോ. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ള സജഷൻ. നീ അതിനോട് സമ്മതിക്കും? അല്ല, ഞാൻ സമ്മതിക്കാത്തതൊന്നുമല്ല. ഇത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം പ്രമാണത്തിലൊന്നും ഈ വഴിയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇല്ല, അത് ഇല്ല. അപ്പോൾ പറഞ്ഞ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചുമ്മാ തരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ല, അതിപ്പോ തന്റെ അച്ഛനും എന്റെ അച്ഛനും തമ്മിൽ വാക്കാലൊരു കരാറാണ് ഞാൻ നടന്നോളാൻ പറഞ്ഞിട്ട്. അത് തന്നെ കാര്യം. സംഭവം എന്താണെന്ന് വെച്ചാലേ, അന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഫ്രീ ആയിട്ട് തരണം എന്ന് പറഞ്ഞാൽ അത് പറ്റൂലല്ലോ. ഇപ്പൊ കനകം പറഞ്ഞ ന്യായം. അതെ, അതാണ് മക്കൾ തീരുമാനിക്കട്ടെ. ഞാനതാ വിട്ടിട്ട് കനകം പറഞ്ഞ ന്യായം. ഇത് 3 പകരം അവിടെ ഒരു 6 കൂടി ഇങ്ങോട്ട് തന്നാൽ അത് 4 ആൾ കേൾക്കുമ്പോൾ പ്രശ്നമില്ല ഒരു കാര്യം. അല്ലേ അല്ലേ? അച്ഛന്മാര് പണ്ട് പലതൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചിട്ട് പുള്ളി വല്ലതും മിണ്ടുന്നുണ്ടോ? അങ്ങനെ പറയരുത്. മുണ്ടയുടെ കാലത്ത് നിങ്ങളൊന്നും ചെയ്തില്ല. അച്ഛപ്പം മിണ്ടാതെ കിടന്നപ്പോ നിങ്ങൾ അത് കുത്തി കെട്ടില്ല. രാജയ്ക്ക് പോണ്ട. ഞാൻ നീ പറഞ്ഞ പോലെ കേട്ടു. അല്ല, രാജയ്ക്ക് വിരോധമില്ല. നിങ്ങൾ എന്താ വെച്ചായിക്കോ. നമ്മള് ന്യായത്തിന്റെ ഭാഗത്ത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ എന്റെ എഴുത്തുകൂലിയും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കൊള്ളണം. അത് നമുക്ക് ചെയ്യാം. ഏറ്റെടുക്കാൻ. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വല്ലാതെ വൈകിക്കാതെ എഴുതാം. നമുക്കൊരു കാര്യം ചെയ്യാം, 2 ദിവസം കഴിഞ്ഞിട്ട്. പിന്നെ വാക്ക് മാറുക. പ്രദീപിന്റെ കാര്യം അറിയാലോ. അവന് എങ്ങനെ ഇടങ്കോലിടുവോ? ഓ ഇല്ല, പ്രദീപ് എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവന് ഈ 3 പേര് 6 കിട്ടുമെന്ന് പറഞ്ഞാൽ അവൻ വീഴും. അവൻ വേറെ വിഷയം. അതാരും വീഴും. വീഴും. നമ്മുടെ 3 സെന്റ് പോണ 6 സെന്റ് കിട്ടില്ല. അപ്പൊ ആർക്കായാലും കഴിക്കില്ല. ആയിക്കോട്ടെ. അല്ല, ആയിക്കോട്ടെ മോനെ, ആയിക്കോട്ടെ. അമ്മാവനിപ്പോ ഇത് വേണ്ടതാണ്. അല്ല, അങ്ങനെയല്ല. അവസാനിപ്പിക്കാതെ. അല്ല, ആയിക്കോട്ടെ. നീ തീരുമാനിച്ചാൽ ഞാൻ എന്ത് പറയണേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് കുഴപ്പമില്ല. 6 സെന്റ് എടുത്തോ മോനെ. 3 സെന്റ് 6 സെന്റ് ഇപ്പൊ ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട് വെച്ചാൽ വഴിയാണ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ഥലത്തിന് വിലയാവും. ഇവർക്ക് വേണമെങ്കിൽ ഇവിടെ അങ്ങനെ കുട്ടീനെ അടയ്ക്കാം. പിന്നെ നിങ്ങൾക്ക് ആ സ്ഥലത്തിന് വിലയെ കിട്ടൂല. വിറ്റാലും പോവില്ല. അത് പണ്ടുള്ളവരൊക്കെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞിരുന്നു. ഈ സ്ഥലം വഴി തരാതിരുന്നത് തന്നെ അത് ചുളിവ് വിലക്ക് വില കിട്ടാൻ വേണ്ടി ഒരു നിലയ്ക്ക് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ഞാൻ പെട്ട പാടെന്നാ എനിക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇനി അങ്ങനൊന്നും പറയില്ലോ. തീരുമാനത്തിൽ എത്തിയല്ലോ. 3 സെന്റ് അങ്ങട് 3 സെന്റ് ഇങ്ങോട്ട് തരുന്നു. 6 സെന്റ് അങ്ങടാ തരുന്നു.
അത്രേ ഉള്ളൂ. അപ്പൊ ഇനി പ്രശ്നമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. നമുക്ക് ഏറ്റവും അടുത്ത ദിവസം തന്നെ 2 ദിവസം കഴിഞ്ഞ് നമുക്ക് പതിക്കാനുള്ള ഏർപ്പാട് ചെയ്തോ. ഇനി അമ്മാവായിട്ട് സംസാരിക്കണ്ട. ഇനി എന്തെങ്കിലും പറയട്ടെ, എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങൾ സംസാരിച്ചോ. ഓക്കെ. ശരി ശരി. അമ്മാവാ അതിപ്പോ ക്ലീറ്റസ് തന്നെ അങ്ങോട്ട് വന്ന് അമ്മ വിളിച്ചാ? എന്തായി കാര്യങ്ങള്? എന്തോ ഒരു കാര്യമല്ല. നിന്നെ പാര അങ്ങോട്ട് വിളിച്ചത്? എന്നെ നിന്നാരാ വിളിച്ചത് അങ്ങോട്ട്? എന്നെ ആര് വിളിക്കണം? എന്നെ ഇവിടെ വിളിക്കാൻ ആരെങ്കിലും വിളിക്കണോ? എനിക്ക് വരാനുള്ള അവകാശം ഉണ്ടല്ലോ. ഇവിടെ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനിച്ചോണ്ട് നിൽക്കണം. അതിന്റെ വന്നിൽ ഇടണ്ട. ഞാൻ അല്പ വൈകി പോയി, തീരുമാനങ്ങളൊന്നും ആയില്ലല്ലോ. എങ്ങനെയാണ് കാര്യങ്ങള്? തീരുമാനമായി. എന്റെ അമ്മ അത് എന്തിനാണ് ഇവനോട് പറയാൻ നിൽക്കണത്? എനിക്കിപ്പോ രണ്ടാളിൽ ആരാ ഭേദം? അവനറിയട്ടെ. പറയാമോ എങ്ങനെ കാര്യങ്ങള്? ഞാൻ വിചാരിച്ച പോലെ ഒന്നുമില്ല. അത് കനകം ഭംഗിയായിട്ട് ഡീൽ ചെയ്തത്. അല്ല, തീരുമാനം എന്താണെന്നാണ് എനിക്ക് അറിയണ്ടേ. ഇപ്പൊ അതെ പ്രവീണ് 3 സെന്റ് സ്ഥലം നമുക്ക് വഴിക്ക് വേണ്ടിട്ട് വിട്ടുതരും. അത് ഓക്കെ, അത് അപ്പൊ ഞാൻ നമ്മുടെ വളപ്പിലേക്ക് വഴി. അത് വേണം. പകരം നമ്മളൊരു 6 സെന്റ് സ്ഥലം അവിടുന്ന് പ്രവീണിന് ഇങ്ങോട്ട് കൊടുക്കണം. എങ്ങനെ? 3 സെന്റ് നമുക്ക് തരുമ്പോ നമ്മൾ 6 സെന്റ് അങ്ങോട്ട് കൊടുക്കണം. എന്തിന്? നമുക്ക് വഴി വേണ്ടേ? എന്തിന്? ഇതാണ് ഞാൻ കൃത്യസമയത്ത് എത്തിയോണ്ട് വലിയൊരു അപകടം ഒഴിവായി. മണ്ടത്തരം കാണിക്കല്ലേ അമ്മാവ. എന്ത് തീരുമാനമാണ്? എടാ ക്ലീറ്റസേ, അമ്മാവന്റെ സ്ഥലം അമ്മാവും കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കെന്താണ് ചൊറിച്ചില്? ആഹാ, എനിക്ക് ചൊറിയൂടാ. ഇതിൽ എനിക്ക് കൊണ്ടുവരാൻ ഒരു അവകാശം. എന്റെ പൊന്ന് ക്ലീറ്റസ്, നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞുകൊടുക്കുന്നത്. നീ ഇവിടെ കൊണ്ടുവന്ന് അമ്മാവനെ പറ്റിക്കാന്നുള്ള പരിപാടിയാണ്. അമ്മാവാ, ഇവിടെ സ്ഥലത്തിന് എത്ര രൂപയുണ്ട് വില? സെന്റിന് 5 ലക്ഷം ഒക്കെ കിട്ടും. ഉണ്ടല്ലോ. ഇയാൾ തരുന്ന 3 സെന്റിന് എത്ര രൂപ വിലയുണ്ട്? 15 ലക്ഷം. 15 ലക്ഷം രൂപ. നമ്മൾ കൊടുക്കാൻ 6 സെന്റിന് എത്ര രൂപയാവും? 30 ലക്ഷം രൂപയാവും. 15 ലക്ഷം രൂപ നഷ്ടമല്ലേ അമ്മാവ? വഴി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്തിന് വില കൂടൂലേ? നീ അങ്ങനെ വഴി വെപ്പിച്ചിട്ട് അമ്മാവന്റെ 15 ലക്ഷം രൂപ നഷ്ടപ്പെടുത്താതെ നീ വിചാരിക്കണ്ട. ഒരു കാര്യം പറയാനുള്ളത് പറ. അതെ, ഇപ്പൊ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ പറഞ്ഞ് സംസാരിച്ചു വെച്ചിട്ടുണ്ട്. ദയവ് ചെയ്തിട്ട് നീ ഇത് കൊളാക്കരുത്. ഇതെങ്ങാനും വഴിയുടെ പ്രശ്നം കൊളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെവിക്കലി ഞാൻ അടിച്ചു ക്ലീറ്റസ്. എന്റെ പൊന്നളിയ, സത്യം പറ, എത്ര ലക്ഷം രൂപ തടിയ നിനക്ക് കമ്മീഷൻ തരാന്ന് പറഞ്ഞു? വൃത്തിയായിട്ട് പറയാൻ നിൽക്കരുത്. അമ്മാവാ, ഇത് ഇവനും ഇയാളെ കൊണ്ടുള്ള ഒത്തുകളിയാണ്. അമ്മാവനെ പൊട്ടരാക്കാണ്. ഈ പൊട്ടത്തരത്തിൽ അമ്മാവ് നിന്ന് കൊടുക്കരുത്. എന്റെ ക്ലീറ്റസ്, ഞാൻ പറയണത് കേൾക്കുന്നത്. നീ ഒന്നും പറയണ്ട. ഈ പരിപാടി നടക്കൂല അമ്മാവാ. നീ ആവശ്യമില്ലാതെ വയസ്സായ ആളുകളെ പറ്റിക്കാൻ വേണ്ടിട്ട് എന്ത്? അമ്മാവാ, ഈ കച്ചവടം നടക്കരുത്. അമ്മാവനെ അറിയാമോ? ഇതിലേ ഉള്ള വഴി എന്ന് പറഞ്ഞാൽ പണ്ടേ ഇതിൽ അവകാശപ്പെട്ട വഴിയാണ്. ഇത് അടയ്ക്കാൻ ഏവനെങ്കിലും ഇങ്ങനെ ഇറങ്ങട്ടെ, ഞാൻ കാണിച്ചുതരാം എങ്ങനെ വഴി ഉണ്ടാക്കണമെന്നുള്ളത്. ഏതാ ചേട്ടാ ഈ ക്ലാപ്പൻ? എന്റെ മരുവനാടോ. എനിക്കൊരു കാര്യം അറിയണോ? ഈ കനകന്റെ ഓഫീസിലെ AE വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിന് സമ്മതിച്ചത്. അപ്പൊ ഏയ്ക്കുണ്ട് കമ്മീഷൻ. കൂട്ടുകച്ചവടം അളിയാ. അതെ, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട 3 സെന്റ് സ്ഥലം അത് എങ്ങനെ നേടിയെടുക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാം. തന്റെ ഔദാര്യം വേണ്ട. അമ്മാവൻ ഉണ്ടായാലും അതായത് പ്രമാണത്തിലൊന്നും പറയാത്ത 3 സെന്റ് സ്ഥലമാണ് ഞാൻ ഈ തരാൻ പോണത്. അതാദ്യം മനസ്സിലാക്കണം. ഇയാൾ ഔദാര്യം വേണ്ട, ഞങ്ങൾക്കറിയാം അത് നേടിയെടുക്കാൻ. എന്നാ നേടിയെടുത്ത് നോക്ക്. ഇവിടെ ഒന്നും ഒരു തരം മണ്ണുമില്ല, ഒരു കുന്തവും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചു വാങ്ങിച്ചോ. മേടിച്ച് കാണിക്കാം. നിനക്ക് തൃപ്തിയല്ലടാ. നിനക്ക് ക്ലീറ്റസിനെ അറിഞ്ഞൂടെ? ഓടാ അവിടുന്ന്. എന്താടാ നീ ചെയ്തത്? ഇപ്പൊ വന്നൊരു സംഭവം മൊത്തം കൊളാക്കി കഴിഞ്ഞപ്പോ നിനക്ക് സമാധാനമായല്ലോ. എന്നാലും നീ ഇങ്ങനെ ബുദ്ധിമാനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ ക്ലീറ്റസെ, വഴി കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥലത്തിന് വില എത്രയാവുന്ന എന്റെ വിചാരം. അയ്യോ, വഴി ഇല്ലാതെ വില എന്താണ് നീ എന്ത് കുന്താണ് വില? എന്ത് എന്താ കലക്കി കഴിഞ്ഞപ്പോ നിന്നിട്ട് പ്രസംഗിക്കണോ? ഒന്നും കലങ്ങിയിട്ടില്ല. ബാക്കി എന്താ ചെയ്യണത്? എന്താണ് ഇനി വഴി വാങ്ങിച്ചു കൊടുക്കണം കാര്യം നീ ഏറ്റോ. എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ മാവാ, ഞാൻ നിൽക്കില്ല. അങ്ങനെ പറയലെന്ന്. എടാ, നീ ഇത് എന്ത് കണ്ടിട്ട് അവനെ പടക്കി വിട്ട്? അമ്മാവാ, അവൻ പോയാൽ അവൻ വഴി നമുക്ക് എഴുതി ഇവിടെ വിളിച്ചു വന്ന് നമുക്ക് വഴി എഴുതി തരും. അതെങ്ങനെ ഈ വഴി ഇവിടെ തരും? അതൊക്കെ തരും. തരും. അതിനുള്ള കോപ്പം നിനക്ക് അറിഞ്ഞൂടാ. അതെ, എന്റെ പരിപാടിക്ക് നിൽക്കില്ല. ഞാൻ എന്റെ പാട്ടിൽ പോകണം. അയ്യോ, സ്വന്തം അമ്മാവനെ പറ്റിക്കാൻ നടക്കുന്നവര് മരുമോൻ. അമ്മാവ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കണേ. പാർട്ടി ഓഫീസിൽ ഒന്ന് വിളിച്ചോട്ടെ. ഹലോ. ആ JP, നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങള്. ആ കുറുപ്പ് സാറിന്റെ മോനുണ്ടല്ലോ, അവൻ ഇവിടെ വന്ന് ബെല്ല് പിടിച്ചിട്ട് പോയി. ചുണയുണ്ടെങ്കിൽ അവൻ്റെ സ്ഥലം നമ്മൾ അടിച്ചു മേടിക്കാൻ. അപ്പൊ ഒരു കാര്യം ചെയ്യും, JP പറഞ്ഞ പോലെ ഒരു 50 അണികളുമായിട്ട് ഇങ്ങോട്ട് പോരും. നമുക്ക് സമരം തുടങ്ങാം. എനിക്കതിൽ ഇടപെടാൻ പറ്റത്തില്ല. എന്ത്? അത് കുറുപ്പ് സാറ് പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളാ. അല്ല JP, ഞാനും വേണ്ടപ്പെട്ട ആളല്ലേ പാർട്ടിയുടെ. ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞേക്കുന്നത് കുറുപ്പ് സാറിന്റെ കേസിൽ ഇടപെടരുന്ന. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇടപെടലെന്ന് പറഞ്ഞ പിന്നെ ഞാനിപ്പോ എന്ത് ചെയ്യും JP? ഹലോ ഹലോ JP. പാർട്ടിക്കാർ കൈയൊഴിഞ്ഞ്. അപ്പൊ പിന്നെ ഇതിലുള്ള വഴിക്ക് എന്ത് ചെയ്യും? കഷ്ടം.
ഞാൻ ആ വഴി ഇത് വന്നു കഴിഞ്ഞാൽ സ്ഥലം നിങ്ങൾക്ക് രണ്ടാൾക്ക് എന്തിനെങ്കിലും ഉപകരിക്കുമല്ലോ, 2 പേർക്കും കൂടി അതങ്ങോട്ട് എഴുതി തരാമെന്ന് വെച്ചതാ. എന്തായാലും ഞാൻ തീരുമാനിച്ചു, ആ സ്ഥലം ഉണ്ടല്ലോ ഞാൻ മൊത്തം കനകനാട് കൊടുക്കും. അവൻ മറ്റവനോട് ചോദിച്ചത് ഈ വഴി വെട്ടി ആ സ്ഥലം ഉപയോഗിക്കുക എന്താച്ചാ ചെയ്തോട്ടെ, നിനക്കൊരു തരി മണ്ണ് ഞാൻ തരില്ല. Alien versus Alien.